ആദ്യത്തെ സിനിമയിൽ മയക്കുമരുന്നിന് എതിരെയുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയയായിരുന്നു ആ സിനിമയുടെ പ്രമേയം. സിനിമയ്ക്ക് എന്തു തന്നെയായാലും സാമൂഹിക ധർമ്മമുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് തന്നെയാണ് സിനിമയെ കാണുന്നത്. അതിനുശേഷം മാത്രമേ ഈ ചെറുപ്പക്കാരെ മുഴുവൻ കൊണ്ടുപോയിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെ അവരുടെ കഴിവുകളെ മുഴുവൻ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു രക്ഷസിനെ പോലെ ഈ മയക്കുമരുന്ന്. ഈ സമൂഹത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിൽ കുറേ ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പിലൂടെയാണ് ഈ മതപരമായിട്ടുള്ള ചിന്തയിലൂടെ പോയി ആരാധനാലയങ്ങളിലും ഇപ്പോൾ എടപ്പള്ളി തന്നെ അറിയാം, ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടുള്ള എടപ്പള്ളി പള്ളി, അവിടെയൊക്കെ നടക്കുന്നതെല്ലാം തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാവുന്നത്. അവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് കുറേ ആളുകൾ അതിലേക്ക് പോകുന്നത്. യഥാർത്ഥ ശക്തിയിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥ ആരാധനയിലേക്കോ അല്ല അവരാരും പോകുന്നതെന്നാണ് സാറിൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഒരു സഹജീവി എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ടല്ലോ സാറിന്. അപ്പം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണോ സാറ് സിനിമകൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പോൾ ഒരു സിനിമ ചെയ്തു, ഇപ്പോൾ വീണ്ടും ഒരു സിനിമ ചെയ്യാനായിട്ട് ഇപ്പോൾ അടുത്ത മാസം ഷൂട്ട് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ സിനിമകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതല്ല ആഗ്രഹം കൊണ്ട് നമുക്ക് ഒരു ക്രിയേറ്റർ ആവണോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് സാറിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് ശരിക്കും? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇപ്പോൾ അങ്ങ് ചോദിച്ചത്. കാരണം അറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹവുമായി സംവേദിക്കാൻ പ്രാപ്തിയുള്ള ഒരു കലാമാധ്യമം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. കാരണം സിനിമയിൽ പണ്ടുണ്ടായിരുന്ന എല്ലാ സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാമാധ്യമങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു സംയുക്ത രൂപമാണ് സിനിമ. ഉദാഹരണത്തിന് പണ്ട് സമൂഹവുമായിട്ട് കലാകാരന്മാർ, കവികൾ, തത്വചിന്തകന്മാർ അങ്ങനെയുള്ളവരൊക്കെ സംവേദിച്ചിരുന്നത് വിവിധങ്ങളായ കലാരൂപങ്ങളിലൂടെയായിരുന്നു. ഒന്ന് ഇപ്പോൾ നാടകങ്ങൾ, കവിതകൾ, പിന്നെ കഥാപ്രസംഗങ്ങൾ, ഓട്ടംതുള്ളലുകൾ, കഥകളി, ഇങ്ങനെയുള്ള എല്ലാ മാധ്യമങ്ങളും ശരിക്കും സമൂഹത്തോട് പല പല സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ആണ് അതിൻ്റേതായ ആചാര്യന്മാരെ രൂപകൽപ്പന ചെയ്തിരുന്നത്. സിനിമയിലേക്ക് എത്തിയപ്പോൾ അതിനേക്കാളൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ കലാപരമായ മാധ്യമങ്ങൾക്കാളൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സിനിമ ഏറ്റവും കലയെ വളരെ ജനകീയമാക്കി മാറ്റി. കാരണം ഇന്നിപ്പോൾ ഓരോ മൊബൈലിൽ പോലും നമുക്ക് വിശ്വോത്തരങ്ങളായ സിനിമകൾ കാണാം. അത്രമാത്രം കല എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക ധർമ്മത്തെ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മഹാസംഭവമാണ് സിനിമ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ സിനിമയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിൽ സിനിമയുടെ സാമൂഹിക ധർമ്മത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആദ്യം ചെയ്ത സിനിമ മായാവനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ സാമൂഹികമായി വിമർശിക്കുന്ന ഒരു സിനിമയാണ്. കാരണം മായികമായ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ കൊണ്ടുപോയിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെ അവരുടെ കഴിവുകളെ മുഴുവൻ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു രക്ഷസിനെ പോലെ ഈ മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ ആഗോള വ്യവസ്ഥിതിയിൽ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിച്ചുകൊണ്ട് അവരെ എല്ലാം നാശത്തിലേക്ക് നയിക്കുന്ന ഒരു നമുക്കറിയാമല്ലോ അതിൽ. അപ്പോൾ അതിനെ വിമർശിക്കുകയും അതിനെതിരെ ഒരു സൂചന നൽകുകയും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഈ മായാവനം. പക്ഷെ അത് എന്തോ ദൗർഭാഗ്യകരമായ ചില കാരണങ്ങളാൽ നേരാവണ്ണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വന്ന ചില പരാജയങ്ങളും നമുക്ക് പിന്നെ പരിചയക്കുറവും നമ്മൾ തെറ്റായ ആളുകളുടെ ഇടയിൽ പോയി പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ തീർച്ചയായും അങ്ങനെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. സിനിമയ്ക്ക് എന്തു തന്നെയായാലും സാമൂഹിക ധർമ്മമുണ്ട്. കാരണം ഏതൊരു കലാപരമായ മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും എത്രയോ 10 മടങ്ങ് ശക്തമായി സിനിമയ്ക്ക് ജനങ്ങളോട് സംവേദിക്കാൻ കഴിയും. അപ്പോൾ എന്തു തന്നെയായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നു. സിനിമയ്ക്ക് സാമൂഹിക ധർമ്മമുണ്ട്. നമ്മളുടെ ജീവിത ദർശനങ്ങളെ, നമ്മളുടെ മാനവിക സങ്കല്പങ്ങളെ, നമ്മളുടെ സാമൂഹിക ബോധങ്ങളെ, നമ്മളുടെ പൗരധർമ്മങ്ങളെ ഇതൊക്കെ
ഒരു കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് തന്നെയാണ് സിനിമയെ കാണുന്നത്. അതിനുശേഷം മാത്രമേ സിനിമയുടെ ആ സൗന്ദര്യ തലത്തെയും അതിൻ്റെ ടെക്നിക്കൽ മികവ് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായ ആ ഒരു സംഭവങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ആത്യന്തികമായി നമുക്കെല്ലാവർക്കും ശരിക്ക് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലൂടെ നമുക്ക് സമൂഹത്തോട് മാനവികതയ്ക്ക് പ്രയോജനപ്രദമാവുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ നമുക്ക് സംസാരിക്കാം, പറയണം. അത് ഇപ്പൊ ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം അടുത്ത സിനിമ ഇപ്പൊ ചെയ്യാൻ പോവാണ്. അതെ, അത്യാവശ്യം താരമൂല്യമുള്ള ഒരു സിനിമ തന്നെയാണ് സാറ് ചെയ്യാൻ പോകുന്നത്. അതെ അതെ. ആ സിനിമയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സിനിമയുടെ കഥ പറയാനല്ല കേട്ടോ പറഞ്ഞത്. അത് എന്താണ് അടുത്ത സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണോ, അല്ലെങ്കിൽ സെയിം കൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം? ഈ സിനിമയിലെ പുതിയ ചെയ്യാൻ പോകുന്ന സിനിമയിൽ, ആദ്യത്തെ സിനിമയിൽ മയക്കുമരുന്നിന് എതിരെയുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയയായിരുന്നു ആ സിനിമയുടെ പ്രമേയം. പക്ഷേ ഈ സിനിമ മയക്കുമരുന്ന് തന്നെയായ മദ്യത്തിൻ്റെ ഉപയോഗം മൂലം കുടുംബത്തിൽ സംഭവിക്കുന്ന ഛിദ്രങ്ങളെ സംബന്ധിച്ചും അല്ലെ കുടുംബ ബന്ധങ്ങളിൽ മദ്യം സൃഷ്ടിക്കുന്ന ഭീകരതകളെക്കുറിച്ചുമൊക്കെ മുഖ്യ പ്രമേയമായി ആവിഷ്കരിക്കുന്ന ഒരു സിനിമയായിരുന്നു. കുടുംബചിത്രമാണ്. കുടുംബ ബന്ധങ്ങളുടെ പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യവും ഒരു കുടുംബത്തിലെ അച്ഛൻ, അമ്മ, കുട്ടികൾ ഇവർ തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ശരിയായ ആ ഒരു പ്രേമ, ആ ബന്ധം, ആ ആത്മബന്ധം, അതിൻ്റെ പ്രസക്തി എന്തുമാത്രമുണ്ടെന്ന് ഒരാഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇനി ചെയ്യാൻ പോകുന്ന സിനിമ.